ങ്ങൾ വയനാട്ടിലെ മുണ്ടക്കയിൽ സംഭവിച്ചത് നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത സംഭവമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ന്യൂസ് ഫുള്ളായിട്ട് ഇന്നുവരെ ഞാൻ കണ്ടിട്ടില്ല. കാരണം 250 പേര് കുഞ്ഞുങ്ങളടങ്ങുന്ന ഒരുപാട് പേരുണ്ട് ആ മരണത്തിൽ. അതൊന്നും കണ്ടു നിൽക്കാനോ അല്ലെങ്കിൽ അത് കേൾക്കാനോ ഉള്ള സഹനശക്തി ഇല്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ ഒരു വാർത്തയും അപ്ഡേറ്റഡ് ആയിട്ട് ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. എങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു ദുരന്തത്തെക്കുറിച്ച് ഒരു 2 വാക്ക് പോലും സംസാരിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരാതിരുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ മുണ്ടക്കയെക്കുറിച്ചും അതോടൊപ്പം റേപ്പ് ചെയ്യപ്പെട്ട് മരണപ്പെട്ട ആ സ്റ്റുഡൻറ്റിന് വേണ്ടിയും 2 വാക്ക് സംസാരിക്കാണ്ടിരിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടും ഈ പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവരെ ഒരു നിമിഷം ഓർക്കാതെ വയ്യാത്തത് കൊണ്ടും മാത്രമാണ് ഞാൻ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ 2 വാക്ക് പറയാൻ നിങ്ങളുടെ മുമ്പിൽ വന്നത്. ഒരുപാടൊന്നും സംസാരിക്കാൻ എന്തുകൊണ്ടോ മാനസികമായിട്ട്